നമസ്കാരം. വ്യാഴാഴ്ചയുള്ള മുഹറം അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സതീശൻ സർക്കാർ. ഇന്നലെ വൈകിയാണ് മുഹറം അവധി മാറ്റുന്ന ഉത്തരവ് ഇറക്കിയത്. കലണ്ടറിൽ നാളെ അവധി ദിവസമാണ്. ഈ ദിവസം പ്രവൃത്തി ദിവസമാക്കി മാറ്റിയാണ് ഉത്തരവ് ഇറക്കിയത്. സാധാരണഗതിയിൽ മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരാറുള്ളതാണ്. മുഹറം അടുത്ത ദിവസത്തേക്ക് മാറ്റുമ്പോൾ നിലവിലെ ഒഴിവു ദിനത്തിൽ മാറ്റം വരുത്തരുതെന്നാണ് സമുദായ സംഘടനകളും മുസ്ലിം ലീഗും അടക്കം ആവശ്യപ്പെടാറ്. എന്നാൽ മുഹറം അവധി മാറ്റി ഉത്തരവിറക്കിയിട്ടും മുസ്ലിം സംഘടനകൾക്ക് മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവധിയുടെ കാര്യത്തിൽ സർക്കാരിൽ നിന്നും ഒരു പുനർചിന്തനം വന്നിട്ടുമില്ല. പിണറായി സർക്കാർ ഭരിക്കുമ്പോഴൊക്കെ ഈ രീതിയിൽ പെരുന്നാൾ ഉൾപ്പെടെ മാറുമ്പോൾ നിലവിലെ അവധി ഒഴിവാക്കാതെ അടുത്ത ദിവസം കൂടി അവധി അനുവദിക്കുകയാണ് ചെയ്യാറ്. ഈ കാര്യത്തിൽ മുസ്ലിം സംഘടനകൾ സർക്കാരിനെ സമീപിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് അവധി അനുവദിക്കാറ്. എന്നാൽ ഇക്കുറി ഒരു സംഘടനയും ഈ ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചില്ലെന്നത് ശ്രദ്ധേയമാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു ഭാഗത്ത് ഉറച്ചു നിന്നത് മുസ്ലിം ലീഗായിരുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വരുന്നതിന് എത്രയോ മുൻപ് തന്നെ മുഖ്യമന്ത്രി സതീശൻ തന്നെ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചതുമാണ് മുസ്ലിം ലീഗ്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഇത് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടിയിലെ അമർഷം വെളിയിൽ വരികയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിന് എന്ത് കാര്യം എന്ന് തുറന്നടിച്ച മാത്യു കുഴൽനാടനെ തെരുവിൽ നേരിട്ടുകൊണ്ടാണ് ലീഗ് ഇതിന് മറുപടി നൽകിയത്. മുഖ്യമന്ത്രി സ്ഥാനം കുതിച്ച് കരുക്കൾ നീക്കിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കടുത്ത ആഘാതമായിരുന്നു ലീഗിന്റെ ഈ നീക്കം. തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിച്ച ആൾ തന്നെ മുഖ്യമന്ത്രി ആകട്ടെ എന്ന ലീഗ് തീരുമാനം തന്നെയാണ് വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും സാധ്യതകൾ ഇല്ലാതാക്കിയതും. അതുകൊണ്ട് തന്നെ ലീഗിന്റെ മുഖ്യമന്ത്രി എന്ന ഇമേജിൽ തന്നെയാണ് സതീശൻ മുന്നോട്ട് പോകുന്നതും. എന്തായാലും മുഹറം അവധി വെട്ടിക്കുറച്ച കാര്യത്തിൽ ലീഗ് നേതൃത്വത്തിൽ അസംതൃപ്തി ഉണ്ടാക്കാൻ സാധ്യതകൾ ഏറെയാണ്. UDF പ്രതിപക്ഷത്തായപ്പോൾ വരെ ഇത്തരം ഘട്ടങ്ങളിൽ 2 അവധികൾ തന്നെയാണ് പിണറായി സർക്കാർ അനുവദിച്ചിരുന്നത്. ലീഗിന്റെയും മുസ്ലിം സംഘടനകളുടെയും അമർഷം വെളിയിൽ വരുമോ എന്ന് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. എന്തായാലും സതീശൻ സർക്കാരിന്റെ മദ്യനയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ലഹരിക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ തൂഫാന് പിന്തുണയറിയിച്ച് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ അതൃപ്തി അറിയിക്കൽ എന്നത് ശ്രദ്ധേയമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുമ്പോൾ സതീശനോടുള്ള അതൃപ്തി തന്നെയാണ് ലേഖനത്തിൽ തെളിയുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ നാട് ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ ബജറ്റിലെ മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയണമെന്നാണ് സാദിഖ് അലി തങ്ങൾ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷത്തിരുന്ന് PM ശ്രീയെ എതിർത്ത ശേഷം ഭരണപക്ഷത്തിരുന്ന് നടപ്പാക്കുന്നതിലും ലീഗിന് കടുത്ത അമർഷമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെയാണ് തൊടുന്യായം പറഞ്ഞും LDF-നെ കുറ്റപ്പെടുത്തിയും PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. മദ്യത്തിന് നികുതി കുറച്ചതിലും PM ശ്രീ പദ്ധതിയിലും ലീഗിൽ ശക്തമായ എതിർപ്പുണ്ട്. ഈ കാര്യങ്ങളിൽ ലീഗ് നേതൃത്വം ഒളിച്ചു കളിക്കുകയാണ് എന്നാണ് ഉയരുന്ന ആരോപണം. ഈ 2 വിഷയങ്ങളിലും ലീഗ് സമ്മർദ്ദത്തിലുമാണ്. ഇതിന്റെ തെളിവാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ ലേഖനവും. എന്തായാലും സതീശനും ലീഗും തമ്മിലുള്ള മധു ഇത് തെറ്റിപ്പിരിയുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്.